ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പം കുറേ കാലത്തിന് ശേഷം ചെറിയൊരു വ്ളോഗായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മൾ മന്ദൻ്റെ ഉള്ള ഒരു ഗ്രോസറി ഷോപ്പിംഗ് ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മൾ മന്ദൻ്റെ പർച്ചേസിങ്ങൊക്കെ ലുലുവിൽ നിന്നാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ലുലുവിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം ഇവിടെ ഏകദേശം ഒരു 10 മിനിറ്റേ ഉള്ളൂ നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിലെ വീഡിയോ കാണുന്നവർ ആണെങ്കിൽ അറിയണ്ട, നമ്മൾ ഷാർജയിലാണ് താമസിക്കുന്നത്. അപ്പം ഇവിടെ ലുലുവിലാണ് നമ്മളിപ്പം ഷോപ്പിങ്ങിന് മന്തിൻ്റെ ആയിട്ടുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ചാനലിൽ വീക്കിലി ആണല്ലോ വീഡിയോ ഇടാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീക്ക് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ലേറ്റ് ആയത്. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഗാസിനെ നമ്മൾ സ്ട്രോളറിൽ തന്നെ വെക്കാറാണ് കേട്ടോ. അവന് ബെൽറ്റ് ഊരാൻ അവനറിയില്ല. അപ്പം അല്ലെങ്കിൽ അവൻ ഫുള്ള് ഓടി നല്ല പണി തരും. അങ്ങനെ നമ്മളിപ്പം ഇത് അങ്ങോട്ട് പോവാണ്. അതെടുക്കല്ലേ, യെല്ലോ എടുക്കണം, യെല്ലോ നമ്മളെടുക്കുന്ന. അപ്പം ഇത് മന്തിൻ്റെ പർച്ചേസിങ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരുവിധ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടാവും. അപ്പം ഇത് ഞാനിപ്പം വെളിച്ചെണ്ണ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ആണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കൊണ്ടുവരാറുണ്ട്. അപ്പം അതില്ലെങ്കിൽ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ് കേട്ടോ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒന്ന് നല്ലത് നമുക്ക് ഒക്കെ ആവുന്നുണ്ടാവല്ലോ. ചില ഈ ഇവിടുത്തെ ഈ കോക്കനട്ട് ഓയിലിൻ്റെ ഒക്കെ നമുക്ക് ഭയങ്കര സ്മെല്ലും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നലുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഏതെങ്കിലും ഒന്ന് നല്ലതെന്ന് തോന്നുന്നത് അത് പിന്നെ തന്നെയാണ് ഞാൻ പിന്നെ അത് മാറ്റി പരീക്ഷിക്കാറില്ല. അപ്പോൾ നമ്മൾ അതുതന്നെ ഞാൻ വാങ്ങിക്കാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ആ ഒരു വെളിച്ചെണ്ണൻ്റെത് പറഞ്ഞത്. അപ്പം നമ്മളത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഡോൺസിൻ്റെ ഒക്കെ സെക്ഷനിൽ, കേക്കിൻ്റെ സെക്ഷനിലേക്ക് പോയാൽ അത് നിർബന്ധമായിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആണോ? എന്താ വേണ്ടേ? ചിക്കനോ? എന്താ വേണ്ടേ? ഡോണറ്റ്സ് എന്താ വേണ്ടേ? അതിൻ്റെ ബാക്കിൽ ടിഷ്യൂ ഉണ്ടാകും. എടുത്തു കൈമേലാക്കരുത്, മേലും ആക്കരുത്. അങ്ങനെ ഇപ്പം ഞങ്ങളെല്ലാവരും കൂടാണ് ഇപ്പോൾ ഷോപ്പിങ്ങിന് പോകുന്നതെങ്കിൽ ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും അവർക്ക് ഫസ്റ്റ് എന്തായാലും കിട്ടണം കേട്ടോ. അപ്പം അതെന്തെങ്കിലും അങ്ങ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പം ഇതൊന്നും നല്ലതല്ല നമ്മളിപ്പം ഇതുപോലെ അങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന കേട്ടോ. പക്ഷേ ഭയങ്കര കച്ചറായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കും. അപ്പം ഇനി ബാക്കി നമ്മുടെ ഓരോ സാധനങ്ങൾ അത്യാവശ്യം വേണ്ടതൊക്കെ വാങ്ങിക്കുകയാണ്. മന്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാം തീർന്നിട്ടുണ്ടാവും. ഈ സ്ട്രോബെറി ഒക്കെ തന്നെ രണ്ട് കാറ്റഗറി എന്നായിട്ട് തോന്നാറുണ്ട് കേട്ടോ നമ്മൾ എടുക്കുന്ന സമയത്ത്. അതായത് അത്യാവശ്യം നല്ല വൃത്തിയും നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ആണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ ചിലതൊക്കെ ഒന്ന് ഇതായി കിടക്കുന്നതിന് കുറച്ച് റേറ്റ് കുറവായിരിക്കും. അങ്ങനെ രണ്ട് ക്വാളിറ്റിയിലൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പം അത്
നോക്കിയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. അങ്ങനെ അത് ഫ്രൂട്ട് സെക്ഷനിലെത്തിയപ്പോൾ നമുക്കിതുപോലെ പച്ച കാരക്കൻ്റെത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴും ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവാറുള്ളൂ. പിന്നെ നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പീനട്ട് ബട്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെയിൻ ഐറ്റമാണ്. അപ്പം രാവിലെ അഥവാ ലേറ്റ് ആയാലും പെട്ടെന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ആക്കണം എന്നൊക്കെ തോന്നുമ്പോൾ വാങ്ങിക്കുന്നൊരു സാധനമാണിത്. അപ്പോൾ ഇത് അമേരിക്കൻ ഗാർഡൻ്റെ ആണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു പീനട്ട് ബട്ടറാണ്. പിന്നെ അതിൽ ക്രഞ്ചിയും ക്രീമിയും ഉണ്ട്. അതിൽ ക്രഞ്ചിയാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത് കേട്ടോ. ക്രഞ്ചി ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. കാരണം പീനട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കടിക്കുന്ന പോലെ ഉണ്ടാവും. മറ്റ് ഭയങ്കര ഫുള്ളായിട്ടൊരു ക്രീമി ആയിരിക്കും ഉണ്ടാവുക. അപ്പം അതാണ് ഒരു മെയിൻ നമ്മുടെ ഒരു ഐറ്റം എന്ന് പറയുന്നത്. വേഗം ബോട്ടിൽ തീരാറുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മുടെ ചക്കയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ റേറ്റ് ഒന്ന് കാണിച്ചാണ്. ഈ ചെറിയൊരു പീസിന് 14.50 ദിർഹംസ് വരുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മൾ വാങ്ങിക്കുന്നൊന്നുമില്ല, പക്ഷേ നമ്മൾ നാട്ടിൽ വെറുതെ എന്തൊക്കെയോ ചെയ്ത് ഇതാക്കുകയാണല്ലോ ഈ ചക്കൻ്റെ കാലമായാൽ. അപ്പം അത് കാണിച്ചതാണ് വീഡിയോയിൽ. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ ഗ്രോസറി ഷോപ്പിങ്ങൊക്കെ അല്ലേ, വെജിറ്റബിളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മോർണിംഗ് ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അല്ലാത്തപ്പം എല്ലാവരും എടുത്തെടുത്ത് ഇതായിട്ടുണ്ടാവും. മിക്ക സമയത്തും നമുക്ക് രാത്രിയേ പർച്ചേസിങ് നടക്കാറുള്ളൂ, ഓഫീസ് കഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട്. ഇൻ കേസ് എപ്പോഴെങ്കിലുമൊക്കെ രാവിലെയൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ കുറച്ച് അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇവിടെ കാണുന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് തിരഞ്ഞെടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ രാത്രിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ. രാവിലെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ സാധനങ്ങൾ കിട്ടും. നമുക്ക് ലോജിക്കലി ആലോചിച്ചാലും അറിയാമല്ലോ. പിന്നെ ഇത് നമ്മുടെ മുരിങ്ങൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അധികം സമയം ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എടുക്കുന്നില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചാണ്. ഈ മുരിങ്ങൻ്റെ ഇല ഞാൻ മുമ്പ് വില്ലയിലായിരുന്നു കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ 2-3 ഇതിൻ്റെ മരം ഉണ്ടായിരുന്നു കേട്ടോ, മുരിങ്ങേൻ്റെ കായൊക്കെ ആയിട്ട്. പക്ഷേ മുരിങ്ങേൻ്റെ കായൊക്കെ ഒരുപാട് മൂത്ത് ഉണങ്ങിയതുപോലെ ആയിരുന്നു ഉണ്ടാവാറ്, പക്ഷേ ഈ ഇല ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ അതിന് ഒടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കാറുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ എപ്പോഴും കിട്ടുന്ന സാധനം കേട്ടോ ഈ ബ്രൊക്കോളി. നമുക്ക് നാട്ടിലൊക്കെ ഇതൊന്നും, ഞാനൊക്കെ ഒരു വില്ലേജ് ഏരിയയിലാണ് കേട്ടോ. അപ്പം അവിടെ ഒന്നും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പം ഇത് നമുക്ക് മക്കൾക്കൊക്കെ അഹദൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ഫ്രൈ പോണോ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചൊക്കെ കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് നമ്മുടെ തൂർദാലാണ് കേട്ടോ. ഇതാട്ടോ നമ്മൾ പരിപ്പിൽ വേണ്ടിയിട്ട് എടുക്കാറുള്ളത്. നോർമലുള്ള പരിപ്പ് എടുക്കാറില്ല. ഈ തൂർദാൽ തന്നെ നിങ്ങൾ നോക്കിയെടുക്കുകയാണെങ്കിൽ അത് വെച്ച് നമ്മൾ എന്ത് ഉണ്ടാക്കിയാലുള്ള പരിപ്പ് കറി ആണെങ്കിലും സാമ്പാറാണെങ്കിലും പിന്നെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പരിപ്പ് വെച്ചിട്ട് ചെയ്യാനാണെങ്കിലും ഈ തൂർദാൽ വെച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വെറുതെ ഒന്ന് മുളക് ഇട്ടിട്ട് എടുത്താലൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് വെച്ചിട്ട് നമുക്ക് കറിയൊക്കെ വെച്ച് കഴിക്കാൻ കേട്ടോ. വെറും ചോറും ഇതോ അല്ലെങ്കിൽ ഒരു കോഴിമുട്ട പൊരിച്ചൊക്കെ വെച്ച് കഴിക്കുമ്പോൾ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അച്ചാർ ഇങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പിക്കിളാണ് കേട്ടോ എടുക്കൽ. കാരണം ചിലത് നമ്മളിങ്ങനെ വാങ്ങിക്കുന്നത് നല്ലോണം ഇങ്ങനെ തോന്നും, നമുക്കങ്ങനെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ. പക്ഷേ ഇത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇവിടെ ഞാനതിൻ്റെ മിക്സ്ഡ് പിക്കിളാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇതിപ്പോൾ അല്ലേ ഞാനിപ്പോൾ കോക്കനട്ട് മിൽക്ക് നോക്കിയെടുക്കാം കേട്ടോ. കാരണം ഇപ്പോൾ കുറേ റീലൊക്കെ ആയിട്ട് കാണാം കേട്ടോ, നമ്മൾ മാംഗോയും കോക്കനട്ട് മിൽക്കൊക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു ഐറ്റം ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളത് ഉണ്ടാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വിശക്കുന്ന എന്താ പറയുക, വിശപ്പൊക്കെ പെട്ടെന്ന് മാറും കേട്ടോ. ഒരു ഗ്ലാസ്സിന് നമ്മൾ കഴിക്കുമ്പം ഒരുപാട് ക്വാണ്ടിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എൻ്റെ ഗ്രോസറി പർച്ചേസിങ്ങിൽ സ്ഥിരമായിട്ടുണ്ടാകുന്നൊരു സാധനമുണ്ട് ഇതുപോലുള്ള മുതിര. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നമ്മൾ ഉപ്പേരിയാക്കി ചോറിൻ്റെ കൂടെയും അതുപോലെ അല്ലാതെ നമ്മൾ എന്തെങ്കിലും 4 മണി ചായൻ്റെ ഒക്കെ കൂടെ ഒക്കെ പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഫിഷ് നമ്മൾ ഇത് കട്ട് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കുകയാണ് ഇപ്പോൾ. പിന്നെ അത് മക്കൾക്ക് ഇതുപോലെ ഒരു കപ്പ് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് നോക്കിയതായിരുന്നു കേട്ടോ. കാരണം നമ്മളെ ഗ്ലാസ്സൊക്കെ പൊട്ടിക്കുകയാണ്. അപ്പോൾ അത് വാങ്ങിച്ചാലും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് യൂസ് ചെയ്യാതിരിക്കൊന്നുമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ കാണുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ അതിൽ കുടിക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ 2 എണ്ണം വാങ്ങിക്കാൻ വിചാരിച്ചു. അത് ഗാസി ഈ ബിസ്ക്കറ്റൊക്കെ കിട്ടിയാൽ ഫുള്ള് പൊടിച്ച് വൃത്തിയേടാക്കിട്ട് ഒന്നായിട്ട് അത് പറയുന്നത് അവന് കൊടുക്കണ്ടാന്ന്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടാണ് കേട്ടോ നമ്മുടെ യോഗട്ട്. അപ്പം അത് നോക്കിയിട്ടെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു മന്തിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകാൻ കേട്ടോ. അപ്പം നമ്മൾ വേറെയും കുറേ കാര്യങ്ങളും ഡെലിവറി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊന്ന് എപ്പോഴോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം രാത്രിയാണ്, ലാസ്റ്റാണ് ഇപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഫുഡ് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പം നമുക്കത് വാങ്ങിച്ചിട്ട് പാർസൽ വാങ്ങിക്കുകയാണ്. എന്നിട്ട് വേണം റൂമിലേക്ക് പോവാൻ. അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ വാങ്ങിച്ച് തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വ്ളോഗ് കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എല്ലാം കൂടി എഡിറ്റ് ചെയ്ത് വന്നപ്പം 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ലാതെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ ചെറിയ കുഞ്ഞു വ്ളോഗ്സൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രോസറി ഷോപ്പിംഗ് ചെറിയൊരു വീഡിയോ ആണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും കമൻറ്റ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം.
അപ്പോൾ പ്രത്യേകിച്ചും നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ 7K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.